10 കൊല്ലം മുമ്പ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനാധിപത്യ ബോധമോ ഒരു സെക്യുലർ നിലപാടുകളോ അല്ല ഇപ്പോൾ ഉള്ള മാധ്യമങ്ങൾക്കൊക്കെ ഉള്ള. ഈ ഇലക്ഷന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, പരസ്യങ്ങൾക്ക് പകരം കണ്ടന്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന പാർട്ടികളൊക്കെ ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എവിഡൻ്റാ. ഈ പാർട്ടികൾക്ക് ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് നിർമ്മാണമായിരുന്നു ഈ പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും വേണ്ടി സംസാരിക്കാൻ ഓരോ ജേർണലിസ്റ്റുകളുണ്ട്, ഓരോ എഡിറ്റേഴ്സ് ഉണ്ടാവുക. അങ്ങനെ അതിൻ്റെ അടുത്തൊരു തർക്കം ക്രിയേറ്റ് ചെയ്യുക. ഇത് മുഴുവനും ഇവർ ഉണ്ടാക്കിയെടുത്തൊരു നരേറ്റീവും. ഇവർക്കും ഈ CPM-നെ പോലെ തന്നെ ഈ കേരളത്തിലെ സെക്യുലർ നിലപാടുകളെ വഞ്ചിച്ചു എന്ന് തന്നെ പറയണം. മാധ്യമങ്ങളുടെ പങ്കിനെ നമുക്ക് വിമർശിക്കാതെ പോകാൻ പാടില്ല എന്ന് തോന്നുന്നു. മാധ്യമങ്ങൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ സാംസ്കാരിക വൃന്ദവും ഈ CPM-ന്റെ ഭരണപക്ഷത്തിൻ്റെ ഒരു കുഴലോത്തുകാരായിട്ട് മാറുകയും ഇവർക്ക് വേണ്ട കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. മാധ്യമങ്ങളുടെ ഒരു നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് മാധ്യമങ്ങളുടെ മാത്രമല്ല, നമ്മളുടെ ഒരു പബ്ലിക് ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഈ അധികാരത്തിൻ്റെ ഭരണകൂടത്തിനൊപ്പം നിന്ന് സംസാരിക്കുക എന്നുള്ളതിന് ആളുകൾ ഉണ്ടാവുകയാണ്. ഇത് കേന്ദ്രത്തിൽ വളരെ വിദഗ്ധമായിട്ട് കോൺഗ്രസിൻ്റെ വലിയ അധികാരത്തിൻ്റെ കാലത്ത് കോൺഗ്രസിനൊപ്പം ആളുകളുണ്ടായിരുന്നു. ഇതേപോലെ വലിയൊരു, പക്ഷേ അതിന് വേറൊരു ചരിത്ര പശ്ചാത്തലം, ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ ഒരു കാലം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള ഒരു വലിയ ചരിത്രം. അങ്ങനെയാണ് ഇന്ത്യയിലെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇടതുപക്ഷ ചരിത്രകാരന്മാരും ചിന്തകന്മാരും ഒക്കെയാണ് കൂടുതലായിട്ട് അതിൻ്റെ പല സ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നത്. അതിന് വേറെ പല തരത്തിലുള്ള ഷെയ്ഡ്സ് ഉണ്ട്. BJP വന്നപ്പോൾ പലതരത്തിലുള്ള ഷെയ്ഡൊന്നുമില്ല, ഒറ്റ പരിപാടിയേ ഉള്ളൂ. ഈ അവർക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ, അത് സിനിമയിലായാലും മാധ്യമരംഗത്തായാലും എല്ലാം മറ്റേ മീഡിയ അക്കാഡമിക്സിലായാലും ഒക്കെ കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, മാധ്യമങ്ങളെ ഇപ്പോൾ ഫാഷിസ്റ്റ് ഒരു രാഷ്ട്രീയ കക്ഷി കാണുന്നത് മീഡിയ എന്നുള്ളതിനെ ഒരു ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടല്ല അവർ കാണുന്നത്, അതിനൊരു പ്രൊപ്പഗൻഡ മിഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലും ഇവർ ഉപയോഗിച്ചത്. ഇതേ ഷെയ്ഡിൽ ഇതേ തരത്തിൽ എല്ലാ കാറ്റഗറിയിൽ നിന്ന് കാണാം. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നായാലും എഴുത്തുകാരുടെ മേഖലയിൽ നിന്നായാലും അങ്ങനെ ഇനി കഥയൊന്നും എഴുതാൻ സാധ്യതയില്ലാത്ത വാർദ്ധക്യത്തിൻ്റെ ഇപ്പോൾ NS മാധവനെ പോലെയൊക്കെ ഉള്ള ഒരാൾ, മാധവനൊക്കെ അല്ലെ മൂന്നും പറഞ്ഞല്ലോ ഭരണത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത്. അതെ 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 സത്യത്തിൽ ഭരണത്തിനൊപ്പം നിൽക്കുകയും ഇടയ്ക്കൊക്കെ ഒന്ന് ചുമയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്ത സച്ചിദാനന്ദനെ എത്ര ഭീകരമായിട്ടാണ് അറ്റാക്ക് ചെയ്തത് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ മമ്മൂട്ടി സാമാന്യമായ മട്ടിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നാൽ മാന്യമായിട്ട് നിന്ന ഒരാളാണ് മമ്മൂട്ടി. വേറെ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്നൊരു ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞ കുറ്റത്തിന് കമ്മിസാറും ഫയറിംഗ് സ്ക്വാഡും ഇല്ലാത്തതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ തീർന്നു പോയതിനെ പിറ്റേ ദിവസം അദ്ദേഹം അത്രയും ആക്രമണമാണ് നടന്നുവിട്ടെ. ഇതെല്ലാ മേഖലയിലുണ്ട് മാധ്യമരംഗത്ത്. പക്ഷെ മാധ്യമരംഗത്ത് നമ്മൾ കാണുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സാധാരണ ഇടതുപക്ഷത്തിനെതിരെ ഞങ്ങൾക്കെതിരെ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് നോക്കൂ, വളരെ അപൂർവമായ ചില മാധ്യമങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിൻ്റെയും തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന മട്ടിൽ അവരെ താലോലിച്ച് നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ് കിഫ്ബി വഴിക്കും സർക്കാരിൻ്റെ പരസ്യം നേരിട്ട് സർക്കാർ വഴിക്കും മറ്റൊന്ന് കിഫ്ബി വഴിക്കും ഈ മാധ്യമങ്ങൾക്കെല്ലാം പരസ്യമായിട്ട് കിട്ടിയത്. പിന്നെ മാധ്യമങ്ങളുടെ മറ്റു തരത്തിലുള്ള ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ അത് ഒരു സർക്കാരും രാഷ്ട്രീയവും ഇല്ലെങ്കിൽ പോലും പ്രത്യേകിച്ചൊന്നുമില്ലാത്ത അന്തസാര ശൂന്യതയുടെ വെറും ഹുങ്കാരങ്ങൾ മാത്രമാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം മാധ്യമ പ്രവർത്തകരും. ഇതിനിപ്പോൾ അങ്ങനെ മാനദണ്ഡമൊന്നുമില്ലല്ലോ. മാധ്യമ പ്രവർത്തകനാവാൻ, നിങ്ങൾക്ക് ഡോക്ടറാവാൻ, വക്കീലാവാൻ, എഞ്ചിനീയർ ആവാനൊക്കെ മാധ്യമ പ്രവർത്തകനായിട്ട് മാറി. 2 കേസും കുറച്ച് കാശും ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ മാധ്യമ പ്രവർത്തകനായി. അല്ലെ, മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് ചുറ്റുമിരുത്തി താളമടിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരാൾ ഈ പറഞ്ഞ പോലെ CPM-ന് വേണ്ടി സംസാരിക്കുന്നു, ഒരാൾ കോൺഗ്രസിന് വേണ്ടി, അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള തല്ലുകൂട്ടങ്ങൾ. പിന്നെ കുറച്ച് കഴിയും ഒന്ന് ആലോചിച്ച് നോക്കും, ജനാധിപത്യപരമായി 4 മാധ്യമ പ്രവർത്തകർക്ക് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകളാണല്ലോ ചർച്ച നടത്താൻ ഇരിക്കുന്നു എന്നുള്ള വെപ്പ്, അവർക്ക് പോലും ജനാധിപത്യപരമായി ചർച്ച നടത്താൻ അറിയുന്നില്ല. അപ്പോഴാണ് അവർ ആളുകളെ വിളിച്ച് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട അശ്ലീല പ്രഹസനങ്ങളിലേക്ക് ഇവർ പോയത് വെറുതെയല്ല.
അത് ഈ സൊസൈറ്റി അങ്ങനെ മാറ്റിയെടുക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങളുടെ മാനദണ്ഡങ്ങൾ താത്തി വെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ CPM വേണ്ടി സംസാരിക്കുന്നൊരു ചില മാധ്യമങ്ങൾ കാശൊക്കെ മുടക്കുന്നത് മുതലാളിമാരാണ്. പക്ഷേ ഇപ്പോൾ കൈരളി വേണ്ടത്ര സക്സസ്ഫുൾ അല്ല പ്രൊഫഷണലി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിൽ നിന്നുള്ള കുറച്ച് ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് CPM വേണ്ടി സംസാരിക്കാം എന്ന് പറയുന്നു. അങ്ങനെ CPM വേണ്ടി സംസാരിക്കുന്ന, പരസ്യമായി CPM അനുകൂലിക്കുന്ന ആളുകൾ, മാധ്യമം പ്രവർത്തനമാണോ PR പണിയാണോ എന്നുള്ളത്, ഇപ്പോൾ CPM തോറ്റു കഴിഞ്ഞാൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിലേക്ക് കുറച്ചുകൂടി ആളുകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. മാധ്യമപ്രവർത്തനം വീണ്ടും നന്നാവാൻ സാധ്യതയുണ്ട്. അല്ല, നന്നാവാനുള്ള സാധ്യതയൊന്നുമില്ല. നേരത്തെ കണ്ടവനെ കാശ് വിനിയോഗിക്കാനുള്ള കോൺഗ്രസ് സാധ്യത കുറവായതുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ മീഡിയയെ കുറിച്ചിട്ട് ഇടതുപക്ഷം ഉന്നയിച്ചിരുന്ന ഒരു വിമർശനമുണ്ട്, ഇടതുപക്ഷ വിരുദ്ധമാണ്. അത് ആ ചിത്തപ്പേരിന്ന് മാറി കിട്ടി ഇലക്ഷനോട് കൂടിയിട്ട്. ഇടതുപക്ഷ വിരുദ്ധമാണ് മാധ്യമങ്ങൾ ഇപ്പോഴും. CPM വിരുദ്ധരല്ല അവര്, കാരണം CPM ഇടതുപക്ഷമല്ലല്ലോ, അവര് CPM വിരുദ്ധ. ശരിയാണ്. അദാനി ഇതാക്കുകയും ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സ് കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയും. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ മാധ്യമങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പൈസ വിന്യസിച്ചു. കണ്ടന്റ് ഡെവലപ്മെന്റ്, മുഖ്യമന്ത്രിയുടെ പല ഇന്റർവ്യൂകൾ, മുഖ്യമന്ത്രിയുടെ പല ഇന്റർവ്യൂ, സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസ്, ഇതുപോലെ പ്ലാനഡ് ആയിട്ടുള്ള വാർത്തകൾ, പ്രീ പോൾസ് പറയാം. ഇത് എന്ത് ഫലമുണ്ടായി? ഈ പൈസ CPM കാലങ്ങളെ കാശ് പോയി എന്നല്ല, വേറെ സംഭവിച്ചില്ല. കാര്യം ഖജനാവെന്ന് കുറച്ച് കിഫ്ബി വഴിയും കാശ് പോയി. എന്ത് സംഭവിച്ചു? തോറ്റു തുന്നാൻ പാടിയില്ലേ? ദയനീയമായി പറ്റിച്ചായിരുന്നു. എൻ്റെ ഈ ബാക്ക് റൂം ബോയ്സ് എന്ന് വിളിക്കുന്ന ഈ CPM ഈ രാജ്യത്തെ ക്യാമ്പയിൻ, പ്രൊപ്പഗാൻഡ ക്യാമ്പയിൻ ഉണ്ടോ, അതിൻ്റെ അവർ വഞ്ചിക്കുകയായിരുന്നു. കാര്യം ഒരുപക്ഷെ വിവരം കെട്ട നേതാക്കൾ അവർക്ക് തോന്നിക്കാണണം. കാര്യം ഇവരെ പറ്റി, കാര്യം കേരളത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ആൾക്കാർക്ക് ഇങ്ങനെ ഹോർഡിംഗ് വെച്ചാൽ ഉണ്ടാക്കുന്ന പ്രത്യേകത ആലോചിക്കാൻ വലിയൊരു ഹോർഡിങ്ങിനെ പറ്റിയും കൂടി പറഞ്ഞിട്ട് പോകണം നമുക്ക്. അതായത് ഒരാളിലേക്ക് എങ്ങനെയാണ് ഒരു സംവിധാനം, ഒരു ഭരണകൂടം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഉദാഹരണം ഇത് കണ്ടിട്ട് തന്നെ ഒരു പക്ഷെ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തെങ്കിലും തരത്തിലുള്ള ആന്തരിക ജനാധിപത്യ ശേഷി അങ്ങനെ ഒന്ന് അതിനുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ജാഗ്രതയോടുകൂടി നിന്നാലേ ചരിത്രപരമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലെനിനിസ്റ്റ് ഘടന എന്നൊക്കെ പറയുന്നതിൻ്റെ ഉള്ളിൽ ആന്തരിക ജനാധിപത്യം ഉണ്ടാവുള്ളൂ. അത് തകർന്നു. അവിടെ പിണറായി വിജയനെ പോലെ ഒരു കാരണഭൂതനെയോ ക്യാപ്റ്റനെയോ ചക്രവർത്തിയോ സാധ്യമാക്കുന്ന ഒരു ആന്തരിക ഘടനയെ ഉണ്ടാവുകയും സാധ്യമാവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ട് പാടുന്ന കപ്പലുണ്ട് കപ്പിത്താനുണ്ട് എന്ന് പറയുന്ന വീണ ജോർജിനെ പോലുള്ള കരിയറിസ്റ്റ് മന്ത്രിമാർ, മാനേജ്മെൻറ്റ് ശുപാർശയിൽ മന്ത്രിയായവർ, അങ്ങനെയുള്ള പലരും അടങ്ങുന്ന ഒരു വലിയ വൃന്ദം അല്ലേ അവരുണ്ടാകുന്നു. അതിനുശേഷമാണ് ഹോർഡിംഗ് ഉണ്ടാകുന്നത്. അതായത് ആ ഹോർഡിംഗ് എന്ന് പറയുന്നത്, ആ പരസ്യ പലകകൾ എന്ന് പറയുന്നത് LDFന് അതല്ലാതെ ഇല്ല. അതിന് ആ ശബ്ദമേ അതിന് പുറപ്പെടുവിക്കാൻ മാത്രമല്ല, ഘടകകക്ഷികൾ പോലും ഇല്ലല്ലോ. ഇപ്പോൾ നയപരമായ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ മറ്റേ PMCയിലൊക്കെ ഒപ്പിടുന്ന സംഭവം അറിയാലോ. അതിൽ CPM പോലുള്ള ഘടകകക്ഷികൾ പോലും അറിഞ്ഞിട്ടില്ല, CPI പോലുള്ള ഘടകകക്ഷികൾ പോലും അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ മുമ്പ് EMS ഒരു കാര്യം പറയുമായിരുന്നു, ഭരണവും സമരവും ഒരുമിച്ച്. അതായത് പാർട്ടി സംവിധാനം ഉണ്ടാവുക, സർക്കാരിനെ തിരുത്താൻ വേണ്ടിയുള്ളൊരു പാർട്ടി സംവിധാനം ഉണ്ടാവുക. ഇത്തവണ പാർട്ടി സംവിധാനം ഇല്ല എന്ന് മാത്രമല്ല, ഈ 10 വർഷത്തിൽ നമുക്ക് പാർട്ടി സംവിധാനം തന്നെ കാണാൻ പറ്റില്ല. പാർട്ടി തന്നെ CPM മുന്നണി തന്നെ ഒരു പാർട്ടിയായിട്ട് മാറുന്നു, പാർട്ടി ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അല്ല, ഞാനിതിനെക്കുറിച്ച് ഹോർഡിങ്ങിൻ്റെയൊക്കെ മാത്രമല്ല, ഇതിൻ്റെ ഇവരുടെ പ്രൊപ്പഗാൻഡ നടത്തിയത് മുഴുവൻ ഇത് വീണ്ടും നമ്മളതിൻ്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് നടത്തുകയാണെങ്കിൽ എന്തായാലും ഗുണമുണ്ടായത് ആലോചിക്കുക. നമ്മൾ അതാലോചിക്കണമല്ലോ. ഈ പ്രൊപ്പഗാൻഡ കൊണ്ട് എന്തെങ്കിലും തന്നെ മെച്ചമുണ്ടായി നന്നായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് റൂമിൽ പ്രവർത്തിച്ച ആൾക്കാർ അവരാണ് ഇപ്പോൾ നമ്മളറിയാം, സംഘടന ലീഡർഷിപ്പൊന്നും ഈ സംഘടന ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പിൽ ഭാര്യയെ മത്സരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്ന് ഒഴിച്ചാൽ വലിയ സംഘടന ലീഡർഷിപ്പ് നമ്മൾ കാര്യമായിട്ട് കണ്ടിട്ടില്ല. ഈ ബാക്ക് റൂം മാനേജ്മെൻറ്റ് നടത്തില്ല, മീഡിയ മാനേജ്മെൻറ്റാണ് കൂടുതൽ നടത്തുന്നത്. മീഡിയ മാനേജ്മെൻറ്റ് ദയനീയം പരാജയപ്പെട്ടില്ലേ? അപ്പോൾ അവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ധാരാളം പണം വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവിടെയും ഉണ്ട്, കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചില്ല. നേരത്തെ ഈ കണ്ണൻ ചോദിച്ച ചോദ്യത്തിന് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എത്തിച്ചേർന്ന കാര്യം എന്ന് പറയുന്നത് ഈ ആന്തരിക ജനാധിപത്യത്തിൽ മാത്രമല്ല, അത് ഇപ്പോൾ PMCയുടെ കാര്യമാണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടെന്ന് ഘട്ടം വരെ എത്തിക്കഴിഞ്ഞു. കാര്യം മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു, ആ തീരുമാനം റിപ്പോർട്ട് ചെയ്യുക, ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് PMC വളരെ വ്യക്തമായൊക്കെ മനസ്സിലായി. കാര്യം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അറിയണ്ടായിരുന്നില്ല, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ഈ നിലയിലെല്ലാം തന്നെ അതിൻ്റെ കേന്ദ്രീകരണം വളരെ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അത് മാത്രമായി മാറുന്നു. ഇതൊക്കെ ഒരു സമൂഹത്തിൽ എന്താ പറയുക, അതിന് ഒരു റിയാക്ഷൻ ഉണ്ടാക്കും.
ആ റിയാക്ഷൻ കൂടി തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും. അതിനോടൊക്കെ വലിയ തോതിൽ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് ഒരു ഇത് കേരളത്തിൽ തന്നെ കേരളത്തിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടും കൂടിയാണ്. കേരളത്തിന്റെ എത്തോസിനെ ഏതൊക്കെ ഇതിൽ ബാധിക്കാൻ പോകുന്നത് ഡിഫെൻഡ് ചെയ്യാൻ കൂടി ഇവിടുത്തെ ഒരു സമൂഹം തയ്യാറായാലും കൂടി. കാര്യം ഇതൊക്കെ ഒരു കേരളത്തിൻ്റെ രീതിക്ക് പറ്റിയതല്ല എന്നൊരു തോന്നലിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇത് ഒരു പക്ഷേ നമ്മൾ പറയുമ്പോഴും ഇതിനോടുള്ള എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീഡിയോ കഴിഞ്ഞതിനോട് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. കാര്യം ഇതൊന്നുമല്ല, ഇവർ പറയുന്നത് ഇവർ കണ്ടെത്തിയ കുറേ വിശുദ്ധമായ എന്തോ കാര്യമുണ്ട്, അതനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അത് ഓരോ തിക്താനുഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് അവര് ശ്രമിച്ച വേറൊരു കാര്യം, ഇതെല്ലാ സർക്കാരുകളും ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തെ ഇന്ത്യയിലത്തെ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ഉള്ളൊരു സാധനമാണ്. ഈ ഭരണത്തിലുള്ള രാഷ്ട്രീയ കക്ഷി സർക്കാർ എന്ത് ചോദിച്ചാൽ സമ്മതിദായകരെ സമൂഹത്തെ ബ്രൈബ് ചെയ്യും തെരഞ്ഞെടുപ്പിന് മുമ്പ്. അപ്പോൾ അത് വെൽഫെയർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട്, ആ ഒരു ഘട്ടത്തിലാണ് ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുള്ളൂ ഇവര് എന്നുള്ളത് കൊണ്ട്, അല്ലാണ്ട് സർക്കാരിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും സഹായം ഒന്നും കിട്ടും. അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഒരു തരത്തിൽ അത് ശരിയാണ്. പക്ഷേ എല്ലാ സർക്കാരുകളും ഇപ്പോൾ ബംഗാളിൽ ലക്ഷ്മി ഭണ്ഡാർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പെൺകുട്ടികൾക്ക് സഹായം കൊടുക്കുന്നത്. മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ നികേഷ് കുമാർ, അവിടെ നിതീഷ് കുമാർ, ബീഹാറിൽ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ, തമിഴ്നാട്ടിൽ, എല്ലായിടത്തും പ്രത്യേകിച്ച് സ്ത്രീകളെയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് അത് തന്നെയാണ് കേരളത്തിലും ചെയ്തത്. അപ്പോൾ കൊടുക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാം. ഇത് തന്നെയാണ് BJP-ക്കാരും എല്ലാവരും ചെയ്യുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, തൊട്ട് മുമ്പ് 2000 രൂപ, 2500 രൂപ, 5000 രൂപയൊക്കെ ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു തരത്തിൽ അതുവരെയുള്ള വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളെയോ ഒന്നും ചർച്ച ചെയ്യാതെ ആളുകൾ വോട്ട് ചെയ്യണം എന്ന് വെച്ച് കൊടുക്കുന്ന ഒരു തരം ബ്രൈബിംഗ് ആണ്. ഈ ഇലക്ടറേറ്റിനെ ബ്രൈബ് ചെയ്യുന്ന ഈ പരിപാടി തന്നെ കേരളത്തിൽ ഇവർ നടത്തി. അപ്പോൾ ഇതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ജനങ്ങൾക്ക് പണം കൊടുക്കുന്നത് എന്താ തെറ്റാണോ, വെൽഫെയർ പൊളിറ്റിക്സ് തെറ്റല്ലേ എന്നൊക്കെ. അതല്ല, ഇത് തന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷന് മുമ്പ് ഇതേ പരിപാടി ചെയ്തല്ലോ. 2500 രൂപയാക്കി 1000 രൂപ മറ്റവർക്ക് കൊടുക്കാൻ ശ്രമിച്ചതൊക്കെ. ആളുകൾ അതിനെ പരിഗണിച്ചില്ല. കാരണം ഔദാര്യത്തിൻ്റെ മാടമ്പി രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ ജനങ്ങൾ തള്ളുകയും അവകാശത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പമാണ് തങ്ങളെന്ന് പറയുകയും ചെയ്തു. അവർ കോൺഗ്രസ്സിന് ചെയ്ത വോട്ടല്ല വാസ്തവത്തിൽ അവർ ചെയ്തത്. കേരളത്തെ, ഈ നേരത്തെ പ്രസാദ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ പോലെ, കേരളത്തെ ഒരു സാമാന്യമായ അവകാശബോധമുള്ള ഒരു ജനാധിപത്യ സമൂഹമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വോട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് 2500 രൂപയും 1000 രൂപയും കിട്ടിയപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ ഒരു സർക്കാർ തരേണ്ടതാണ് എന്ന് പറഞ്ഞത്. ഇവർ 2500 രൂപ കൊടുക്കുന്ന ഇത്തരം പരിപാടികൾ മാത്രമല്ല, പാലത്തിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചാലും ആലിൻ്റെ മുകളിൽ ലൈറ്റ് ഇട്ടാലും ടൂറിസം വികസിപ്പിച്ചു എന്ന് പറഞ്ഞടക്കം വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്ന തരം ഒരു പാർട്ടിയായിട്ട് ഇവർ മാറി. നന്ദി ആവശ്യപ്പെടുകയാണ്. ഇന്നലെ തൊട്ട് ഈ പറഞ്ഞ CPM-ൻ്റെ സൈബർ ഹാൻഡിലുകളൊക്കെ പിണറായി വിജയനോട് പറയുന്നത്, അങ്ങ് കേരളത്തെ ഒരുപാട് കാത്തുരക്ഷിച്ചു, ഇവിടെ പറയുമ്പോഴും അങ്ങ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതൊരു തരത്തിലുള്ള ഈ നേതൃബിംബത്തോടുള്ള ഒരു ഞാനിപ്പോൾ നമ്മുടെ ആ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കഴിഞ്ഞ ആ സമയത്ത് പോലെ ഇമേജ് ഉണ്ടായിരുന്നു, കേരളത്തിനെ കെട്ടിപ്പിടിക്കുക മുഖ്യ. അപ്പൊ അതിലൊക്കെ ഇമേജ് അങ്ങനെ കുറെ ഇമേജ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയും, പ്രമോദ് പറഞ്ഞതിന് അനുബന്ധം ഒരു കാര്യം പറയാതിരിക്കും. എൻ്റെ കാര്യം, ഈ വെൽഫെയർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഈ ഇവർ കൊണ്ടുപോകുന്ന സമയത്ത് ഈ എൻറ്റൈറ്റിൽമെൻറ്റും റൈറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ളൊരു ഒരു വ്യവഹാരം CPM നടത്തി വെച്ചില്ല. കാര്യം അതിന് ഏറ്റവും തെളിവാണ്, ഏറ്റവും നിരാലംബരായിട്ട് ആശാവർക്കർമാർ സമരം നടത്തുമ്പോൾ അതൊക്കെ പ്രത്യേകം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം, സമരത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് CPM ജയിച്ചിട്ടില്ല. കാരണം ജനങ്ങൾ, ഞാൻ പറഞ്ഞ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും അത് ബാധിച്ചിട്ടുണ്ട്. ആ സമരം, നിരാലംബര സ്ത്രീകൾ നടത്തിയ സമരം 230 രൂപയാണ് ഒരു ദിവസക്കൂലി. ആ സമരം നടത്തി കേരളത്തിലെ എല്ലാ മിഡിൽ ക്ലാസ് സ്ത്രീകൾ, അവർ സമരത്തിൽ പോയി പങ്കെടുത്തില്ല. കേരളത്തിൽ അത് ദൃശ്യമാധ്യമങ്ങളോടെയും പത്രങ്ങളോടെയും വായിച്ചു മനസ്സിലാക്കിയ സ്ത്രീകളെല്ലാം തന്നെ ആ സമരത്തിൽ ഐക്യപ്പെട്ടിട്ടുണ്ട്. ആ കാരണം ആശാവർക്കർമാരുടെ സേവനം അനുഭവിച്ച ജനതയാണ് കേരളം. അതിനൊക്കെ വലിയ ഒരു മാത്രമല്ല, ഒരു സ്ത്രീകൾ നടത്തുന്ന, ഒരു സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരത്തോട് ഇവരുടെ ഭാഷ എന്തായിരുന്നു കൂടിയാണ്. അതിൻ്റെയൊക്കെ പ്രത്യാഘാതം കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ വേറെ നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സ്ത്രീകളും ശക്തമായി, സ്ത്രീ വോട്ട് നിർണായകമാണല്ലോ, സ്ത്രീകൾ ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2-3 കാര്യം തെളിവാണ്. കാരണം ഈ മന്ത്രിമാരുടെ തോൽവിയിൽ തന്നെ നമുക്ക് കാണാം, ഈ വീണ ജോർജിൻ്റെ പെർഫോമൻസായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വിരോധം ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ത്രീയുടെ ഇതിൽ വയറ്റിൽ കത്തി വെച്ച സംഭവം, അതുപോലെ തന്നെ പല വിഷയങ്ങളിലും അതൊക്കെ സ്ത്രീകളെ വല്ലാതെ ബാധിച്ച വിഷയം തന്നെയാണ്. അതിനുള്ള പ്രതികരണ രീതികൾ,
ആ പ്രതിയെ സ്ത്രീകൾ തന്നെ അതിന് എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല വിഷയങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ വോട്ട്, അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ യങ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർ അവരെതിർത്ത് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊളിറ്റിക്സ് എനിക്ക് അവർക്ക് വേറെ കാര്യം അവർ പ്രശ്നം നോക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ കാര്യം ഒരു എന്താ പറയുക പുതിയൊരു ജനറേഷൻ ലീഡർ നിലയ്ക്ക് സതീശനോടൊരു ചിലപ്പോൾ ഒരു പക്ഷേ താല്പര്യം പോലും കാണാൻ സാധ്യത എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വില കുറച്ച് കാണാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അതുപോലെ പ്രായമുള്ള ആൾക്കാരെ കുറിച്ച് മോശം അഭിപ്രായം എനിക്കില്ല. പക്ഷേ പുതിയൊരു തലമുറ ലീഡർ വരുന്നു എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുന്നത് തോന്നലൊക്കെ പുതിയ പ്രൊഫഷണൽസ് ആയിട്ടുള്ള യങ് ജനറേഷൻ. അപ്പോൾ ഇങ്ങനെ പല തട്ടിലും ഈ ഗവൺമെൻറ്റിനോട് അതിർത്തി നേരത്തെ പ്രശ്നം പല തട്ടിലും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിയാക്ഷനിൻ്റെ അകത്ത് വരികയും ഇതൊന്നും പക്ഷേ എന്താ വെച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അപ്പാരറ്റ് മെക്കാനിസം സെൻസിറ്റിവിറ്റിയും വേണം. അത് എപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമുക്ക് മുൻപ് പറയാം. പക്ഷേ ഇതിനൊക്കെ റിവൈവ് ചെയ്യാനുള്ള മെക്കാനിസത്തിൻ്റെ അകത്ത് ഏതെങ്കിലും 2 ലീഡേഴ്സോ അല്ലെങ്കിൽ സംവിധാനം അതില്ലാതായി കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ പുതിയൊരു ഈ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു നരേഷൻ വരുന്നത് ഇപ്പോൾ സ്റ്റാലിൻ, മമത, പിണറായി വിജയൻ ഈ 3 പേരുടെയും തോൽവി ഒരേപോലെയാണ്. അതിൽ ആഹ്ലാദിക്കേണ്ടതില്ല. അതായത് ഇവർ 3 പേരും സംസ്ഥാനങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും കേന്ദ്രത്തിനെതിരായിട്ട് ബംഗാൾ CPM നിലപാട് കാണോ? ബംഗാൾ CPM നിലപാട് ഇവർ കൊണ്ടുവരുന്ന 3 പേരുടെ. അപ്പോൾ അത് കേരളത്തിനെ സംബന്ധിച്ചെങ്കിലും എത്രത്തോളം അത് അതായത് NDA സർക്കാരിനോട് എതിരിട്ട് നിന്ന 3 മുഖ്യമന്ത്രിമാർ ഒരുപോലെ ഒന്നാമത്തെ കാര്യം മമതയോ സ്റ്റാലിനോ NDA സർക്കാരിനോട് എതിരിട്ട് നിന്ന പോലെ പിണറായി വിജയൻ എതിരിട്ട് നിന്നിട്ടില്ല. വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഈ സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വളഞ്ഞൊഴിക്കുള്ള ഗുണഭോക്താവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയ പാർട്ടിയാണ് കേരളത്തിൽ CPM-ഉം പിണറായി വിജയനും. അപ്പോൾ നിങ്ങൾ ഇപ്പൊ മമതയെയും കൂടി പിണറായി വിജയനും മമതയും എന്നൊക്കെ പറയുന്ന വിചിത്രമായ കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആളുകൾക്ക് ബോധമുള്ളത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത ബോധം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 2 മാസം കൂടി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ആ ന്യായമൊന്നും ഓടാൻ സാധ്യതയില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ ബംഗാളിൽ മമതയെ പുറത്താക്കി അവിടെ ഭരണത്തിലെത്തുന്നത് BJP-യാണ്. അതും കേരളത്തിലെ വിജയവുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. പിന്നെ തമിഴ്നാട്ടിൽ അത് ബന്ധമില്ല. ഒരു പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് BJP-ക്കോ ഒറ്റ ഗുണം ചെയ്യുന്ന മട്ടിലോ ഒക്കെ ആയിട്ട് മാറും എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലെ തമിഴ് ആഭ്യന്തര പൊളിറ്റിക്സ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു ഫ്രെയിംവർക്കിന്റെ ഉള്ളിലാണ് ഈ TVKയുടെയും വിജയത്തെ നമുക്ക് വേണമെങ്കിൽ വെക്കാവുന്നത്. തമിഴ് പൊളിറ്റിക്സ് സ്റ്റാർഡമുള്ള ഒരാൾ വരുന്നു. അത് BJP-യുടെ ഇതിലേക്ക് വെക്കാൻ പറ്റില്ല. കേരളത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ ഈ ന്യായം കണ്ടെത്തുന്നതിന്റെ പ്രശ്നം എന്താണ്? ഇവർക്ക് ജനാധിപത്യപരമായിട്ട് ജനങ്ങൾ ഒരു രാഷ്ട്രീയ ഏജൻസിയോട് കൂടിയിട്ട് തങ്ങളെ തോൽപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ ഇവർ തയ്യാറല്ല. അത് മുമ്പ് പറ്റിയിരുന്നു. ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പയ്യന്നൂര് രക്തസാക്ഷി വണ്ടിനെ കണക്ക് ചോദിച്ച് കുഞ്ഞികൃഷ്ണൻ പുറത്തു പോവുകയും അതിൻ്റെ പ്രശ്നങ്ങളാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ഇപ്പോൾ അനർഹമായ പരാജയമാണ് എന്ന് ജനങ്ങളുടെ രാഷ്ട്രീയമായ അലസതയെയും ഉദാസീനതയെയും അരാഷ്ട്രീയതയും ഒക്കെ വിമർശിക്കുന്ന അവരുടെ വൈജ്ഞാനിക സാഹിത്യകാരൻ സെക്രട്ടേറിയറ്റ് അംഗം അന്ന് പറഞ്ഞത് ഒരു കള്ളൻ ചോദിച്ചാൽ കൊടുക്കാനുള്ളതല്ല കണക്ക് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ മഹാത്മാഗാന്ധി കുഴിയിൽ നിന്ന് എണീറ്റ് വന്ന് ചോദിച്ചാലേ ഫണ്ടിൻ്റെ കണക്ക് കൊടുക്കൂ എന്നുണ്ടോ? അവരുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ബഹുജനങ്ങൾക്ക് കൊടുക്കും, പൊതുജനങ്ങൾക്ക് കൊടുക്കില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ തിയറിയിലൊക്കെ നമ്മൾ ഈ തോൽവിയിൽ ഇവർക്കൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നും കൂടെ പറയാം. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ അവരൊക്കെ രക്ഷപ്പെടും ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും തോറ്റല്ലോ. ഇപ്പോൾ MP രാജേഷ് തോറ്റു, മന്ത്രി. അദ്ദേഹം പറഞ്ഞത് മന്ത്രിമാർ തോൽക്കുന്നത് ഇത് ആദ്യമായിട്ടല്ലല്ലോ എന്നുള്ളതാണ്. സത്യത്തിൽ തോറ്റ CPM-കാരോട് സംസാരിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ നിലനിർത്താനുള്ള ഏറ്റവും സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അവർ വിചിത്രമായ ഒരു തരം കോസ്മിക് അവസ്ഥയിലായിരിക്കും നമ്മളെ കൊണ്ടുവന്നെത്തിക്കുക. അതുകൊണ്ട് അത് CPM-കാരോട് ജനാധിപത്യത്തെ കുറിച്ച് അങ്ങനെ തോറ്റതിന് ശേഷം സംസാരിക്കാതിരിക്കുകയാണ് ഒരു കാര്യം. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ പറയാം, ഇപ്പോൾ ആൻറ്റി ഇൻകംബൻസി എന്നുള്ള സാധനം ജനാധിപത്യം ഫംഗ്ഷൻ ചെയ്യും. നമ്മളിവിടെ വെസ്റ്റ് ബംഗാളിലും ആൻറ്റി ഇൻകംബൻസിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അത് നമ്മൾ അങ്ങനെ ജനാധിപത്യം ഉണ്ടെങ്കിൽ അവിടെ ഭരണവിരുദ്ധ വികാരങ്ങളുണ്ടാവും. കാര്യം അത് ദീർഘകാലം ഭരിക്കുന്ന വികാരമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൾക്കാർക്ക് പ്രതിഷേധം. പക്ഷേ CPM വിമർശിക്കേണ്ട കാര്യം അത് ഉപയോഗപ്പെടുത്താനും അധികാരത്തിനും BJP-ക്ക് സാധിച്ചു. ഇവരെന്താ അവിടെ ചെയ്തേ? ഈ പാർട്ടി 32 വർഷം ഭരിച്ച പാർട്ടി പുതിയ ചെറുപ്പക്കാരൊക്കെ ഇവർക്ക് എന്ത് സാധിച്ചു? അതുകൊണ്ട് അവിടുത്തെ ഭരണവിരുദ്ധ വികാരത്തെ ഉപയോഗപ്പെടുത്താനും ഇവർക്ക് അധികാരത്തിനവർക്ക് പറ്റിയില്ല. ഇവർ BJP-യോടെ മത്സരിച്ച് ജയിച്ചാൽ സന്തോഷിക്കുന്ന കാര്യം തന്നെ. ഇവരെ സംബന്ധിച്ചും മമതാ ബാനർജി കഴിഞ്ഞുകൂടി ആ പാർട്ടി കഴിയും. അതുകൊണ്ട് ഇവർ ദീർഘകാല പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP കയറിയിരിക്കട്ടെ,
അങ്ങനെ ഇവിടെ മെല്ലെ മെല്ലെ പുതിയ തലമുറയെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അധികാരം തിരിച്ചു വരാൻ പറ്റുന്ന പ്ലാനായിരിക്കും BJP അവിടെ CPM അല്ലെങ്കിൽ BJP പറഞ്ഞതിൽ CPM വെസ്റ്റ് ബംഗാൾ അത്ര തന്നെ അസ്വസ്ഥരാന്നൊന്നുമില്ല. മാത്രമല്ല DMK തർക്കമുണ്ടായിരുന്നു CPM-ന്. നാളെ വിജയുടെ പാർട്ടിയായിട്ട് കൂട്ടുകൂടാൻ ADMK ഘട്ടത്തിൽ CPM കൂട്ടുകൂടിയെന്ന് പറയാം. ജയലളിതയായിട്ട് ചേർന്നിട്ടുണ്ട്. നാളെ എന്താ പറയുക വിജയുടെ പാർട്ടിയായിട്ട് കൂട്ടുകൂടാൻ സാധ്യതയുണ്ട്. പുള്ളി ചർച്ച ചെയ്യാൻ പോവാ. CPM-നോടും കോൺഗ്രസിനോടും ചർച്ച ചെയ്ത് മുന്നണി ഉണ്ടാക്കാനാ പോകുന്നത്. 11 സീറ്റ് കൂടി വേണം. ഇതൊന്നും അപ്പോൾ ആ ഒരു ഫ്രെയിം വർക്കിലാണ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി അല്ല, പക്ഷേ ആൻറ്റി ഇൻകംബൻസി ഓരോ സ്ഥലത്തും വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. കേരളത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന കാരണമാണ് CPM അന്വേഷിക്കേണ്ടത്. ഇതെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു എന്താ പറയുക എന്ത് സംഭവിക്കുന്ന കാര്യം ഇതിനൊക്കെ ന്യായീകരിക്കാനുള്ള പുതിയ അടവായിട്ട് കാണുന്ന പരം ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവരുടെയൊക്കെ പ്രതീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്യന്തിക പ്രതീക്ഷ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. കോൺഗ്രസ് അധികാരത്ത് വന്നു. കോൺഗ്രസിൻ്റെ രീതി UDF-ൻ്റെ രീതി നമ്മൾ കാലങ്ങളെ കണ്ട രീതി വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പര സംഘർഷങ്ങൾ, തമ്മിൽ തർക്കങ്ങൾ, ഘടകകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ചേർന്ന് വീണ്ടും സങ്കീർണമാവുകയും അപ്പോൾ മറ്റൊരു ഓപ്ഷനില്ലാ സ്ഥിതിക്ക് വീണ്ടും LDF തിരിച്ചു വരികയും ഇതൊക്കെ ഇതായിരിക്കില്ല. പക്ഷേ മൂന്നാമതൊരു ഫ്രണ്ട് കൂടി ഉണ്ട്. അത് നമ്മൾ കാണാതിരിക്കേണ്ട. ആ ഫ്രണ്ട് എന്ന് പറയുന്നത് 3 സീറ്റായിരിക്കും. പക്ഷേ അതിന് ആൾബലമുണ്ട്, പണമുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. അത് വികസിപ്പിക്കാൻ പറ്റും. ഈ പ്രാവശ്യം BJP നോക്കിയത് അധികാരത്തിൽ വരാനല്ല, നോക്കിയത് തൂക്ക് മന്ത്രിസഭ വരാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ലക്ഷ്യം തൂക്ക് മന്ത്രിസഭ വരാണ്. കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ ഗെയിം പ്ലവർ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പുതിയ പൊളിറ്റിക്സ് ഡിവൈസ് ആൾക്കാർ ഇവിടെ കേരളത്തിൽ എത്തി അവർ അധികാരത്തിൽ അവർ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഇപ്പോൾ ഇതിന് പഴയ ലോജിക്കുകൾ വെച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യം നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് CPM-നെ ഇതിൽ ഓരോ പാർട്ടിയും ഡെമോക്രസിയെ സംബന്ധിച്ചോളം അവരുടെ ഇതിൽ ഉൾക്കൊള്ളണം. പിന്നെ CPM-നെ കറക്റ്റ് ചെയ്യാനുള്ള ആവശ്യം നമുക്കില്ല. കാര്യം നമുക്കാരും സമ്മതിക്കില്ല. അതിൻ്റെ നമ്മളാരും അല്ല കറക്റ്റ് ചെയ്യാൻ സമ്മതിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡെമോക്രസി പാർട്ടികളെ കറക്റ്റ് ചെയ്യും. അത് ഈ പാർട്ടി മനസ്സിലായി. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും ഡെമോക്രസി അതിനെ കറക്റ്റ് ചെയ്യും. കുഞ്ഞേഷിന്റെ പുസ്തകത്തിന്റെ ടൈറ്റിൽ അങ്ങനെയാണല്ലോ. അത് ഞാൻ തിരുത്തിക്കൊണ്ടേയിരിക്കും. തിരുത്തുകയും പുറന്തള്ളുകയും അതിൻ്റെ നേതൃത്വത്തെ പുറന്തള്ളും, അവരെ പരാജയപ്പെടുത്തും. പല നേതാക്കളും ചരിത്രത്തിൽ പുറത്തു പോയിട്ട് നമുക്കറിയാം. കേരളത്തിൽ പല നേതാക്കളും ചരിത്രം പുറത്തു പോയിട്ടുണ്ട്. അതുപോലെ പല നേതാക്കളും പുറത്തു പോകേണ്ടി വരും. അതൊക്കെ തിരുത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതും പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ ജനാധിപത്യം പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ പാർട്ടികൾ സ്വയം തിരുത്തുമോ നന്നാവുന്നുള്ള അവരുടെ പ്രശ്നം. പക്ഷേ ജനാധിപത്യം എന്നുള്ളത് നിങ്ങളെ തിരുത്തിയിരിക്കും പാർട്ടികളെ. അത് സംശയം വേണ്ട. അത് ഓരോ തവണയും തിരുത്തും. ആ തിരുത്തനുസരിച്ച് മാറിയില്ലെങ്കിൽ ആ പാർട്ടികൾ ഒരു അപ്പൻഡേജ് ആയിട്ട് സമൂഹത്തിന് കുറഞ്ഞ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. ഇപ്പോൾ എന്തായാലും UDF അധികാരത്തിലേക്ക് വരാൻ പോവാ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിനെ പറ്റി റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ അവർ ചർച്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നു. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും മത്സരിക്കാത്ത KC വേണുഗോപാലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരികയും വലിയ ചർച്ചയായിട്ട് മാറുകയും ചെയ്തു. ചർച്ചയായിട്ട് മാറില്ല, അതൊരു PR അഭ്യാസമായി മാറും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള സമ്മർദ്ദം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം സത്യത്തിൽ ആർക്ക് അവകാശപ്പെട്ടതാണ്? ആരാണ് ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടതെന്നാണ് തോന്നുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് ലോബിയും കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കും. അതിൽ വലിയ അത്ഭുതം എനിക്ക് തോന്നേണ്ട ആവശ്യമില്ല. കാര്യം എത്രയോ കാര്യം നടന്നിട്ടുള്ള കാര്യം. ഓരോരുത്തർക്കും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അവർ ലോബി ചെയ്യട്ടെ, പരസ്യ ലോബി ചെയ്യും. അതൊന്നും അതൊക്കെ ഒരു കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യം ഒരു എന്താ പറയുക ഒരു മുൻകൂട്ടി തീരുമാനം ഒരാൾക്കല്ലാതെ വേറെ ആൾക്കാവാൻ പറ്റാത്ത സ്ഥിതി അതിൻ്റെ അകത്തില്ലല്ലോ. ഇതിൽ ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് സതീശൻ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണിയെ ആ ഒരു 100 സീറ്റിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് അതിൻ്റെ ഈ UDF-ന് സ്വഭാവം ഉണ്ടാക്കി കൊടുക്കാനും അതിനെ ഈ രീതിയിൽ നയിക്കാനും വലിയ സമരങ്ങളൊക്കെ നയിച്ചിട്ടുണ്ട് എനിക്കല്ല. പക്ഷേ എങ്കിലും ഒരു ഷേപ്പ് ചെയ്യാൻ വേണ്ടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ആ ഡ്യൂ ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ആ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ട കാര്യം. ഇതിൻ്റെ അർത്ഥം ഈ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊക്കെ തന്നെ മോശപ്പെട്ട ലീഡേഴ്സാണെന്ന അഭിപ്രായം എനിക്കില്ല. പ്രത്യേകിച്ച് KC വേണുഗോപാലിനെ കുറിച്ച് പല ആൾക്കാരും പറയുന്ന കാര്യം എനിക്ക് അങ്ങനെ അഭിപ്രായം തോന്നിയിട്ടില്ല. കാരണം ഈ പയ്യന്നൂർ കോളേജിൽ നിന്നാണ് ഞാൻ പ്രീ പഠിക്കുന്ന കാലത്ത് എൻ്റെ കക്ഷി KSU പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ എൻ്റെ ഓർമ്മ ഈ പയ്യന്നൂർ കോളേജിൽ നിന്നാണ് വരുന്നത്. മറ്റൊരുമല്ല, വലിയ സംഘർഷ സ്ഥലത്ത് നിന്ന് വരുന്ന ഒരാളാണ്. മനസ്സിലായി? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അങ്ങനെയാണ്. വലിയ സംഘർഷ സ്ഥലത്ത് നിന്നാണ് വരുന്ന കാര്യം. പയ്യന്നൂർ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് തല്ലുകൊണ്ടും അടി കൊണ്ടുവന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയും ആലപ്പുഴ പോലെ ജില്ലയിൽ നിന്ന് അയാൾ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്വഭാവം കാണിച്ച കാരണവരുടെ കാലൊക്കെ വീണ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ പല സ്ഥലത്തും ജയിച്ചു വന്നിട്ടുണ്ട്. ഇതുവരെ തോറ്റിട്ടില്ല. കേരളത്തിൽ മന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഇത് ഒരാളെ വില്ലിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ പറയുന്നില്ല, അർത്ഥമില്ല. പക്ഷേ ഇത് ഈ പ്രാവശ്യം മുഖ്യമന്ത്രി അവൻ അർഹനല്ല. കാര്യം കേരളത്തിനെ സംബന്ധിച്ചുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ആൾ ആ രാജിവെക്കുന്ന എക്സ്ട്രാ ബർഡൻ സമൂഹത്തിന് പുറത്ത് കൊടുക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് വേറെ ആൾ മത്സരിക്കേണ്ടി വരും. വീണ്ടും അവിടെ കോൺടെസ്റ്റ് നടക്കും. ആ സീറ്റ് കോൺഗ്രസ് നഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. അത് നഷ്ടപ്പെടുമെന്ന് ഉറപ്പില്ല. മനസ്സിലായി? അതിൻ്റെ അകത്ത് CPM അല്ലെങ്കിൽ BJP ജയിച്ചു വരാം. നമുക്കറിയാത്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്ത്. ഡെമോക്രസി അല്ലേ.
അപ്പോൾ അങ്ങനെ അതൊരു തെറ്റായ കീഴ്വഴക്കമായിരിക്കും. എന്ന് വെച്ചാൽ അയാളെ സമയം അയാൾ ആഗ്രഹിക്കും, അയാൾക്ക് വേറെ സാധനങ്ങൾ ആലോചിക്കും. പക്ഷേ ഈ തവണ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം അതല്ല. അതുപോലെ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് നമ്മൾ അത്ര മോശമായിട്ട് കാണുന്ന അഭിപ്രായം എനിക്കുണ്ട്. കാര്യം ഒരു കോൺഗ്രസ് ലീഡറാണ് അയാൾ. ആ കോൺഗ്രസ് ലീഡർ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിലേക്ക് നല്ല പല വിഷയങ്ങളും സ്പ്രിംഗ്ലർ വിഷയമൊക്കെ വളരെ ഗൗരവമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ ഫോർഫ്രണ്ട് ഉണ്ടായിരുന്നത് ആ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇതുപോലെ പല നേതാക്കളും കോൺഗ്രസ് ഉണ്ടായിരിക്കാം, അവരൊക്കെ തന്നെ ലീഡർഷിപ്പിൽ വരുന്നതിൽ തെറ്റ്. പക്ഷേ നമ്മളിവിടെ പലപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെ ഓരോരുത്തരും വേർതിരിഞ്ഞിട്ട് ഇവരൊക്കെ മോശമാക്കാനും മറ്റും ചെയ്യേണ്ട ആവശ്യം എനിക്കതായിരുന്നു തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കോൺടെക്സ്റ്റ് അനുസരിച്ച് ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു റിസൾട്ട് അനുസരിച്ച് അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച ഒരാളും അതിനൊരു ഷേപ്പ് കൊടുത്ത ആളും വി.ഡി. സതീശനാന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ പ്രധാനമാണ്. ഇതൊക്കെ അത്രയും കോൺഗ്രസ് തന്നെയാണ് തീരുമാനിക്കുന്നത്, അവിടുത്തെ എം.എൽ.മാരെ ധരിക്കുന്നത്. പക്ഷേ അവർ ഉചിതമായി അത്ര തീരുമാനം എടുക്കുന്നതാണ് പബ്ലിക്കിന് പൊതുവെ അതിനോട് അഭിമുഖ്യം ഉണ്ടായിരിക്കും. കാര്യം പബ്ലിക്കിൻ്റെ മനസ്സിൽ ആ നിലയ്ക്കൊരു ഷേപ്പ് വന്നു. അങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയെ മനസ്സിൽ അവർ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, UDFന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച ആളെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടെങ്കിൽ പിണറായി വിജയൻ ആക്കേണ്ടത്. വാസ്തവത്തിൽ ഇതൊരു നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റിൽ പ്രതിപക്ഷ നേതാവുക, നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ മുന്നണിയെയും വിജയത്തിലേക്ക് കൊണ്ടുപോവുക, അതിൻ്റെ സ്ട്രാറ്റജി അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് UDF ക്രാഫ്റ്റഡ് വിക്ടറി അല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ വലിയൊരു സ്ട്രാറ്റജി ഒന്നും UDFൽ ഉണ്ടായിരുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ കൊടുത്ത സമ്മാനമാണ്. പക്ഷേ ഒരു ലോജിക്കൽ പ്രോസസ്സ് എന്ന രീതിയിൽ വി.ഡി. സതീശനാണ്. അങ്ങനെ മാറ്റാൻ വേണമെങ്കിൽ, പക്ഷെ അതിന് റീസൺ വേണം. എന്തിന് മാറ്റണം അല്ലേ? എന്തിന് വി.ഡി. സതീശൻ എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലേ? അത് പബ്ലിക്കിനെ അറിയിക്കാൻ ബാധ്യതയുണ്ട്. അതാണ് ലീഗ് എടുത്തൊരു നിലപാട്. അങ്ങനെയാണ്. ഇപ്പം ഇത് സതീശൻ UDF ചെയർമാനാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ നാച്ചുറൽ കോഴ്സിൽ വരേണ്ടതാണ്. അങ്ങനെ വരാതിരിക്കാം. പക്ഷെ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഒരു കാരണം പറയണ്ടേ? എന്തുകൊണ്ട് സതീശനെ മാറ്റി മറ്റൊരാൾ, അത് ആരോ ആയിക്കോട്ടെ, സതീശനെ മാറ്റി വേറെ ആളെ കൊണ്ടുവരികയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ പ്രറോഗേറ്റീവാണ്. അവരാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡാണോ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ലെജിസ്ലേച്ചർ പാർട്ടിയാണോ തീരുമാനിക്കേണ്ടത്? ആര് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അതിന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാരണം ബോധ്യം. പക്ഷേ അങ്ങനത്തെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഒക്കെ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ല, പബ്ലിക് അക്കൗണ്ടബിലിറ്റി മന്ത്രിമാരെയോ പാർട്ടി ഭാരവാഹികളെയോ തിരഞ്ഞെടുക്കുന്നതിൽ ഇവിടെ ഏത് പാർട്ടിയാണ് കാണിക്കുന്നത്? ജനത്തിനൊരു പങ്കുമില്ല എന്നാണല്ലോ അവർ വിളിച്ചത്. പക്ഷേ വാസ്തവത്തിൽ ജനാധിപത്യത്തിൽ നിങ്ങളുടെ ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന കാര്യമായാലും ജനങ്ങൾക്ക് അഭിപ്രായം പറയാമെന്നാണ്. ഇപ്പോൾ UPA പ്രൈം മിനിസ്റ്ററായിട്ട് മൻമോഹൻ സിംഗിനെ തിരഞ്ഞെടുത്തത് അദ്ദേഹം മത്സരിച്ചിരുന്നില്ലല്ലോ. അതെ. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് എടുക്കും. പക്ഷേ അവിടെ ഒരു റീസൺ അവർക്ക് പറയാൻ പറ്റിയിരുന്നു, അവർക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിരുന്നു എന്നർത്ഥത്തിൽ. എല്ലാവരും കൺവിൻസ്ഡ് ആണോ എനിക്കറിയില്ല. കൺവിൻസ് ചെയ്യാൻ പറ്റിയ കാര്യം അതിൻ്റെ അകത്ത് സോണിയാഗാന്ധി മാറുകയും ആ സമയത്ത് ഒരു ചോയ്സ് എനിക്കാണ് വന്നത്. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡെമോക്രസി ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രോഗ്രേറ്റീവാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള സമയത്തും പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അത് സംശയരഹിതമായ ബാധ്യതയുണ്ട്. ഞങ്ങൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ പബ്ലിക് കൺവിൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ 100 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പബ്ലിക് കൺവിൻസ് അല്ലെങ്കിൽ അത് മാത്രമല്ല, സതീശിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മുമ്പുണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് CPM-ഉമായിട്ട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ നിൽക്കുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്ത ഒരാൾ എന്നുള്ളൊരു ഇമേജ് സതീശൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ലാർജർ കൊയലീഷൻ, അത് രാഷ്ട്രീയ സംഘടനകളുടെ അല്ല, കേരളത്തിലെ ഒരു പബ്ലിക്കിൻ്റെ, ഒരു കേരളീയ സമൂഹത്തിൻ്റെ, സതീശൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളം ഇന്നുവരെ കാണാത്ത ഒരു കൊയലീഷനായിരിക്കും, വേറെ തരത്തിലുള്ളൊരു സാമൂഹ്യ രാഷ്ട്രീയ മുന്നണിയായിരിക്കും എന്നൊക്കെ. അതിൻ്റെ വാചാടകമൊക്കെ മാറ്റിവെച്ചാലും ഏതാണ്ട് അത്തരത്തിലുള്ള ഒരു ഡെമോക്രാറ്റിക് കൊയലീഷനെ സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ജനങ്ങളുടെ മുമ്പിലുള്ളൊരു മുഖം എന്ന് പറയുന്നത് സതീശനായിരുന്നു. അങ്ങനെ വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു. മറ്റോടത്ത് പിണറായി എന്നൊക്കെ പോലെ തന്നെ ഇത്തരം ഒരു മുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ആ ത്രെറ്റ് വർക്ക് ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സതീശൻ പുസ്തകം വായിച്ചാൽ പ്രശ്നമാണെന്ന് CPM-കാർ പറഞ്ഞ്, അതുപോലെ തന്നെ സതീശന് എതിരെ നുണേശൻ എന്നൊക്കെ പറഞ്ഞ് ഉള്ളതൊക്കെ ഒരു കോളേജ് യൂണിയൻ നിലവാരത്തിൽ നിന്നും മാറാത്ത തെരഞ്ഞെടുപ്പ് പരിപാടികളാണല്ലോ ഇവർ നടത്തിയത്. വാസ്തവത്തിൽ
കോളേജ് യൂണിയൻ കാലത്തെ രാഷ്ട്രീയക്കാരാണ് CPM-ൻ്റെ ഇപ്പോഴത്തെ ആളുകൾ മുഴുവൻ, സെക്രട്ടേറിയറ്റിലടക്കം. ഞാനത് വേറൊരു തരത്തിലും കൂടിയാണ് പറയുന്നത്. ക്ലാസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളി വർഗത്തിൽ നിന്നോ കർഷക തൊഴിലാളി വിഭാഗത്തിൽ നിന്നോ ഒക്കെയുള്ള ആരും തന്നെ CPM-ൻ്റെ നേതൃനിരയിൽ ഇപ്പോൾ ഇല്ലാതെ ഒക്കെ ഈ SFI റിക്രൂട്ടുകളാണ്. പോലീസിൻ്റെ അടുത്തേക്ക് ഓടിച്ചില്ല, ബാരിക്കേഡ് പിടിച്ചു കൊലുക്കുക, അവർ വെള്ളടിച്ച് കുളിപ്പിക്കുക, തിരിച്ചു വീട്ടിൽ അതല്ല ക്ലാസ് നേരെ ക്ലാസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നത്. അതെ, നേരെ ക്ലാസ്സിൽ നിന്ന് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന അത്തരത്തിലുള്ള ഒരുതരം റിക്രൂട്ടുകളാണ് ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നുണേശൻ എന്നൊക്കെ പറയുന്നതൊക്കെ കേരളത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു എന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ചത്. കൃത്യമായിട്ട് ആ തരത്തിലൊരു രാഷ്ട്രീയമായ അവകാശം വേണമെങ്കിൽ സതീശന് അക്കാര്യത്തിലുണ്ട് എന്ന് മാത്രമല്ല, KC വേണുഗോപാലിനെ പോലൊരാൾക്ക് അതിൽ റൈറ്റ് ഇല്ല. അത് പൊതുസമൂഹം അതിനെ കാണുന്നത് KC വേണുഗോപാൽ എത്രത്തോളം രാഷ്ട്രീയം മിടുക്കനാണ് എന്നുള്ളതിൻ്റെ പ്രശ്നമല്ല. ഇക്കാര്യത്തിൽ അത് പ്രസാദ് പറഞ്ഞാണ് എൻ്റെ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിലില്ല. പക്ഷേ KC വേണുഗോപാൽ ലീഗിന്റെ ഒരു പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ, മുമ്പ് VS-നെ മത്സരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സമയത്ത് പൊതുജനം തെരുവിലേക്ക് ഇറങ്ങുകയും VS-ന് വേണ്ടി വാദിക്കുകയും ചെയ്തിരുന്നല്ലോ. അതുപോലെ കോൺഗ്രസിൽ VD സതീശന് വേണ്ടി ഒരു ജനം തെരുവിലേക്ക് ഇറങ്ങില്ല എന്നുള്ളൊരു പ്രതീക്ഷ KC എല്ലാ കാര്യങ്ങളും തെരുവിൽ തന്നെ തീർപ്പാക്കണമെന്ന് നിർബന്ധിക്കേണ്ട കാര്യമില്ല. മറ്റു തരത്തിലൊക്കെ ആളുകൾ പ്രതികരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്നാണ് എനിക്ക്. പിന്നെ സതീശനെ സംബന്ധിച്ചോളം സതീശൻ വരുന്നത് നാളെ പബ്ലിക് അക്കൗണ്ടബിലിറ്റിക്ക് അദ്ദേഹം ആണല്ലോ. അതെ അതെ അതെ. സതീശൻ വന്നുകൊണ്ട് മഹാത്ഭുതം ഒന്നും ഉണ്ടാവുന്നില്ല. കാര്യം അദ്ദേഹത്തിന് അക്കൗണ്ടബിലിറ്റിക്ക് വിധേയനാണ്. നാച്ചുറൽ ചോയ്സ് എന്നുള്ള രീതിയിൽ ചോയ്സിന്റെ ഒരു നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പബ്ലിക്കിന്റെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ സപ്പോസ് 2020 തെരഞ്ഞെടുപ്പിൽ എന്ന് UDF അധികാരത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? അന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയമാണ്. കാര്യം ആ സമയത്ത് അതിനെ ലീഡ് ചെയ്തിരുന്നു. മാത്രമല്ല ആ സമയത്ത് പല ഇഷ്യൂസ് നിയമസഭയിൽ കൊണ്ടുവരുന്നു. അതൊക്കെ സ്വാഭാവിക പരിണിതികളാണ്. അതിൽ പരാജയപ്പെടുമ്പോൾ അവർക്ക് മറ്റു സാധ്യതകളൊക്കെ നോക്കാം. അത് അത്ര ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് പറയണം. പക്ഷേ ഇതിൻ്റെ അകത്ത് വീണ്ടും പറയട്ടെ, ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം ഈ തെറ്റായ സ്ഥാനാർത്ഥികളൊക്കെ ഇമ്പോസ് ചെയ്യാൻ തുടങ്ങുകയാണ്. വീണ്ടും ജനം കറക്റ്റ് ചെയ്യും, ഡെമോക്രസി കറക്റ്റ് ചെയ്യും ഇതിനെയൊക്കെ തന്നെ. അതുകൊണ്ട് ഇവരെ തൊഴുത്തിൽ കുത്തും ലോബിയൊക്കെ വെച്ച് നോക്കിയാൽ കോൺഗ്രസ് 2 തവണ കേരളത്തിൽ തകർക്കപ്പെട്ടതാ. 40 സീറ്റിലേക്കാണ് 2 തവണ പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ പാഠം കോൺഗ്രസിനുണ്ട്. CPM-ന് ലഭിച്ച 30 സീറ്റാണെങ്കിൽ 2 തവണ 40 സീറ്റിലേക്ക് കോൺഗ്രസ് തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ പാഠം കോൺഗ്രസ് ഉൾക്കൊണ്ടു വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഡെമോക്രസിയാണത് വീണ്ടും തിരുത്തും, നിലംപരിശാക്കി കൊടുക്കും. എണീക്കാൻ പറ്റാത്തൊരു നിലംപരിശാക്കും കോൺഗ്രസിന്. അതിന്റെ ഗുണഭോക്താവ് CPM തന്നെ ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കേരളത്തെ കാത്തിരിക്കുന്നത്. അതും കൂടിയുണ്ട്.